ഹായ് ഫ്രണ്ട്സ്, ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 10 ശനിയാഴ്ച ദിവസത്തെ റേഷൻ വിതരണവും അതോടൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ഏപ്രിൽ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം തുടങ്ങി എന്ന് പറഞ്ഞപ്പോഴും ഇന്നലത്തെ റേഷൻ വിഹിതങ്ങൾ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞിരുന്നു മണ്ണെണ്ണയുടെ കാര്യം. മണ്ണെണ്ണക്ക് വില കൂടി എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് ലഭിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോസ്റ്റൽ ഈ ഒരു മണ്ണെണ്ണയുടെ കാര്യമില്ല, അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ അത് മറന്നുപോയതായിരിക്കും എന്നാണ് നമ്മൾ കരുതിയത്. എന്തായാലും മണ്ണെണ്ണ ഒഴിവാക്കിയാണെങ്കിൽ നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കാണ് ഒഴിവാക്കാനുള്ള സാധ്യത നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ ആരതും എഴുതാത്ത സമയത്ത് നമ്മൾ കരുതിയത് അത് വിട്ടുപോയതായിരിക്കും, എല്ലാ ആളുകൾക്കും മണ്ണെണ്ണ ലഭിക്കും എന്നാണ്. അത് നമ്മളുടെ ഊഹമായിരുന്നു. പക്ഷെ അത് തെറ്റാണ്. മണ്ണെണ്ണ ആർക്കും ഈ ഒരു മാസം ലഭിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. മണ്ണെണ്ണ ഈ ഒരു ഏപ്രിൽ മാസത്തിൽ അത് പുനഃസ്ഥാപിക്കുമായിരിക്കും എന്ന് നമുക്ക് ആശ്വസിക്കാം. മണ്ണെണ്ണയുടെ വില കഴിഞ്ഞ തിങ്കളാഴ്ച കൂടിയ വിവരമൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതായത് ജനുവരി മാസത്തിൽ 30 രൂപയുണ്ടായിരുന്ന മണ്ണെണ്ണ ഇപ്പോൾ 11 രൂപയോളം വർദ്ധിച്ച്, 3 തവണയായി 11 രൂപയോളം വർദ്ധിച്ച് ഇപ്പോൾ 41 രൂപയിലെത്തിയിട്ടുണ്ട്. എങ്കിലും ആ ഒരു സാധനം നമുക്ക് കിട്ടാനുമില്ല. ഈ ഒരു മാസം നമുക്കത് കിട്ടുകയും ഇല്ല. പിന്നെ ബാക്കിയുള്ള റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടക്കുകയാണ്. എല്ലാ ഭക്ഷ്യ വിഹിതങ്ങളും റേഷൻ കടയിൽ സ്റ്റോക്കുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്കുള്ള 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും അതോടൊപ്പം തന്നെ 1 കിലോ പഞ്ചസാരയും, ഭക്ഷ്യകിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് മാർച്ച് ഏപ്രിൽ ഭക്ഷ്യകിറ്റുകളും ഇവയുടെ വിതരണം നടക്കുകയാണ്. പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, അതുപോലെ തന്നെ ഭക്ഷ്യകിറ്റ് വാങ്ങാത്ത ആളുകൾക്ക് ഭക്ഷ്യകിറ്റിന്റെ വിതരണവും, നീല കാർഡുള്ള ആളുകൾക്ക് ഒരു വ്യക്തിക്ക് 2 കിലോ അരിയും 1 മുതൽ 3 വരെ ആട്ട ഒരു കാർഡിനും ലഭിക്കുന്നതാണ്. വെള്ള കാർഡിന് 4 കിലോ അരിയും 1 മുതൽ 3 വരെ ആട്ടയും ലഭിക്കുന്നതാണ്. വെള്ള നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് സ്പെഷ്യൽ അരി 10 കിലോ ഇപ്പോൾ ലഭിക്കുന്നതാണ്. ഈ ഒരു മാസം കഴിയുന്നതിന് മുമ്പ് തന്നെ വേറൊരു 10 കിലോവും കൂടി ലഭിക്കുന്നതാണ്. അങ്ങനെ 20 കിലോ അരി ലഭിക്കും. ഇവർക്ക് എല്ലാവർക്കും ഈ ഒരു കിറ്റും ലഭിക്കും. കിറ്റിന്റെ സ്റ്റോക്കുകൾ റേഷൻ കടയിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് റേഷൻ വിതരണം ഉള്ളത്. ഇപ്പൊ മണ്ണെണ്ണ നേരത്തെ പറഞ്ഞ പോലെ മണ്ണെണ്ണ ഉണ്ടാവുകയില്ല. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് റേഷൻ വിതരണം ഉള്ളത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നു. അപ്പൊ ആ ഒരു വിവരങ്ങളിലേക്ക്. ആദ്യത്തെ അറിയിപ്പ്, ഇനി രാജ്യത്ത് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഉണ്ടാവുകയില്ല എന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമാണ്. പക്ഷേ കടുത്ത നടപടികളിലേക്ക് പോകും. ഇപ്പോൾ കോവിഡ് വ്യാപനം പ്രതിദിന കണക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തതിലെ ഏറ്റവും വലിയ ഒരു ഉയർന്ന സംഖ്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏകദേശം 1.25 ലക്ഷത്തിന് മുകളിൽ പ്രതിദിന രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ഇനി രാജ്യത്ത് നടപ്പിലാക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും. പക്ഷേ കടുത്ത നടപടികൾ ഉണ്ടാകും. അതിൻ്റെ മുന്നോടിയായിട്ട് ഏറ്റവും കൂടുതൽ രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാരാഷ്ട്രയിൽ ശനി ഞായർ ദിവസങ്ങളിൽ വാരാന്ത്യ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെയും മറ്റന്നാളും മഹാരാഷ്ട്രയിൽ ലോക്ക്ഡൗൺ ആയിരിക്കും. അതോടൊപ്പം തന്നെ വാക്സിൻ വിതരണം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. 45 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും ഉടനെ തന്നെ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളുടെ തൊട്ടടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് പോലും നിങ്ങൾക്ക് വാക്സിൻ എടുക്കാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണും മാത്രം കൊണ്ടുപോയാൽ മതി എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. അതാണ് പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇത് സംബന്ധമായിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, പുറത്തിറങ്ങുമ്പോൾ മാസ്ക് നിങ്ങൾ കയ്യിൽ കരുതുക. അതുപോലെ തന്നെ സാമൂഹ്യ അകലം നിങ്ങൾ ഉറപ്പുവരുത്തുക. കനത്ത ചെക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിടിക്കപ്പെട്ടാൽ കനത്ത ഫൈന് നിങ്ങൾ നൽകേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇന്നത്തെ സ്വർണ്ണവിലയാണ്. സ്വർണ്ണവിലയിൽ വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ്. 34,800 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിൻ്റെ വില. ഗ്രാമിന് 4,350 രൂപയിലെത്തി. ഒരാഴ്ചക്കിടെ സ്വർണത്തിന് 1,200 രൂപയോളമാണ് വർദ്ധിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തെ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള റേഷൻ അപ്ഡേറ്റുകളും മറ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോകളും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.